ആണ്ടവരുടെ നാം മഹിമപ്പെടുമാറാകട്ടെ. ആണ്ടവർ ഇന്ന് നമുക്ക് என்ன சொல்லுவான் தக்கோணம் என்னை இங்கே அழைச்சிருக்கிறது என்று நமக்கு பார்க்கலாம். ஆண்டவர் சொல்லுന്ന വചനം மட்டும் தான் இன்னைக்கு பேசுவான் தக்கோணம் ഇടവരട്ടെ. നമ്മൾ ഇന്ന് എഫിസോഡ് 78 നമ്മൾ പഠിക്കുന്നത്. എഫിസോഡ് 78 ഇங்கே അത് എഫീസ്യ ലേഖനം 6:23 22-23 നമ്മൾ 22 നേരത്തെ നമ്മൾ വാസിച്ചാച്ചേ. എന്നാൽ 22 വാസിച്ചിട്ട് 23 കൂടെ വാസിച്ച് നമുക്ക് ആണ്ടവരുടെ ചിത്തം എന്താണ് നമ്മളെ ஞாபகப்படுത്തുന്നതെന്ന് നമുക്ക് பார்க்கலாம். നമ്മൾ 22 വാക്യത്തിൽ നമ്മൾ എന്നാ വാക്യ 21 വാക്യത്തിൽ നമ്മൾ എന്നാ വാക്യത് 22 whom I have sent unto you for the same purpose that you might know our affairs and that he might comfort your hearts. എന്ന് சொல்லிയാൽ ഞാൻ തിയോഫിലോസിനെ അല്ലെങ്കിൽ ടൈക്കാസിനെ അനുപ്പിയത് അതിൻ്റെ കാരണം വേറെ ഒന്നും കൊണ്ടുമേ അല്ല. നിങ്ങളെ അവൻ്റെ കാര്യം അവൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ ഹൃദയം തണുക്കണം. അതായത് ആണ്ടവർ നമ്മുടെ കൂടെ ഉണ്ട് എന്നും ആണ്ടവർ നമ്മളെ കാപ്പാക്കുന്നു എന്നും മറ്റുമല്ല, ആണ്ടവരുടെ വചനം എനിക്ക് ഈ ജയിലിലും എനിക്ക് ചൊല്ലുവാൻ തക്കോണം ആണ്ടവർ എനിക്ക് വഴി തന്നിരിക്കെ. ശരിതാൻ, ഞാൻ ജയിലിൽ താൻ എൻ്റെ കയ്യിലും കാലിലും ചങ്ങലിരിക്കെ, അത് ശരിതാൻ, എല്ലാമേ ശരിതാൻ. എന്നാലും എന്നത് ആണ്ടവർ ഞാൻ മുഖാന്തരം എന്നാണ് ആണ്ടവർ ചെയ്യാൻ എന്നെ ഉദ്ദേശിക്കുന്നത്, അതിന് താൻ എന്നെ കൊണ്ടുവന്നിരിക്കും. ഞാൻ ചുമ്മാ ഇങ്ങനെ ജയിലിൽ വന്നതല്ല. ഞാൻ കുറ്റം പണിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ തപ്പ് പണിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ആണ്ടവരുടെ വചനം മട്ടും താൻ ചൊല്ലിയത്, വേറെ ഒന്നുമേ ചൊല്ലിയിട്ടില്ല. ആണ്ടവരുടെ വചനം ചൊല്ലുന്നതിന് വേണ്ടി താൻ അവരെന്നെ പിടിച്ചുകൊണ്ടുവന്ന് എന്നാ ചെയ്തിരിക്കേ, എന്നെ ജയിലിൽ അടച്ചിരിക്കുക, എൻ്റെ കയ്യിലും കാലിലും ചങ്ങലയിട്ടിരിക്കുക. ഈ ചങ്ങല ഇത് എന്തിനാൻ ആണ്ടവരുടെ നാമം മഹിമപ്പെടുവാൻ വേണ്ടി. നമ്മളൊന്ന് വിചാരിച്ച് നോക്ക്. നമുക്ക് എന്തെങ്കിലും ഇപ്പം നമ്മളെ ഒരു കുറ്റവും ഇല്ലാതെ ജയിലിൽ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ എന്നാ പണും? ആണ്ടവരെ, ഞാൻ നിനക്ക് ചിത്തമായ കാര്യങ്ങളെല്ലാം പണിക്കൊണ്ടിരുന്നേ, എന്നിട്ടും ഞാനിപ്പം ജയിലില്ല. എന്നാ ആണ്ടവരെ, നീ ഇതൊന്നും കാപ്പാക്കാതാ, നീ ഇതൊന്നും പാക്കാതാ, എന്നാ പറ്റുന്ന നിനക്ക് ഒന്നും തിരിയാതാ. ആണ്ടവർ നിന്നെ ജയിലിലാക്കിയെങ്കിൽ അതിന് ആണ്ടവർക്ക് തക്കതായ കാരണമിരിക്കും. നീ എങ്ക സുവിശേഷം ആരോട് சொல்லணும்னா சொல்லியிருக்கிறது? നീ സുവിശേഷം നീ എല്ലാരോടും പേശണം. അപ്പം നീ ഇപ്പം ജയിലിലുള്ളവരോട് നീ എപ്പടി പേശും? നീ ജയിലിൽ പോയെങ്കിൽ മറ്റുംതാൻ നിനക്ക് ജയിലിലുള്ളവരോട് പേശാൻ പറ്റും. അന്നേരം ദൈവം ആണ്ടവർ നമ്മളെ അല്ലെങ്കിൽ കടവുള് നമ്മളെ ജയിലിൽ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനൊരു കാര്യമിരിക്കെ. ഒരു കാര്യമില്ലാതെ നോക്കുന്നില്ല. അവൻ നേരത്തെ നമ്മൾ മുന്നാടി വാക്യത്തിൽ നമ്മൾ അംബാസിഡർ താൻ, അത് ആണ്ടവരുടെ രാജ്യത്തെ പറ്റുന്ന ചൊല്ലുന്നവർ താൻ. അത് നമ്മുടെ വേല എന്നതാ, ആണ്ടവരുടെ രാജ്യത്തെ പറ്റി നമ്മൾ എവിടെയാണെങ്കിലും ചൊല്ലണം, പേശണം. അതുതാൻ ആണ്ടവരുടെ ചിത്തം. ഇങ്ങനെ നമ്മൾ പാക്കും. നമ്മൾ പഴയ കാര്യങ്ങൾ നമുക്ക് ഒരു കാര്യം നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചാച്ചേ. എന്നാ പഠിച്ചാച്ചേ? നമ്മുടെ യുദ്ധം ആരോടാ? നമ്മുടെ യുദ്ധം മനുഷ്യരോടല്ല, അല്ലെങ്കിൽ ശരീരത്തിലെ രക്തവും ശരീരവും ഇരിക്കുന്ന ആൾക്കാരോടല്ല നമ്മുടെ യുദ്ധം. ആരുടെ യുദ്ധം നമ്മുടെ ആരോട് തന്നെ? പിശാചിന്റെ സേനകളോട് തന്നെ. അതിന് പിശാച് അവൻ എന്നാ വിചാരിക്കുമെന്ന് നമ്മളെ ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവൻ ഇനിയും വേല ചെയ്യാൻ മുടിയാതെ അവൻ മുടിഞ്ഞാച്ച അവൻ ഇനി അവനൊന്നും പേശ. കാരണം ജയിലിലെ ബന്ദിയായിരിക്കെ അവൻ ജയിലിലെ ചങ്ങലയിൽ കിടക്കുക, അവൻ ഇനി ഒന്നുമേ പേശാൻ മുടിയാതെ. എന്നാൽ നമ്മൾ വാസിച്ചു 6 ഉപകരണങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഇടുമ്പോൾ, നമ്മുടെ ബെൽറ്റ്, നമ്മുടെ ശരീരത്തിൽ വെക്കുന്ന കവചം, നമ്മുടെ തലയിൽ വെക്കുന്ന തൊപ്പി, നമുക്ക് നമ്മുടെ വചനം, നമ്മുടെ ചെരുപ്പ്,
നമ്മുടെ കയ്യിലിരിക്കുന്ന വാൾ, ഇതെല്ലാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ പിടിക്കാനുള്ള ഇത് പ്ലേറ്റ്, ഇതെല്ലാം എന്തിനു താൻ? പിശാചിന്റെ എല്ലാവിധമായ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് വിടുവിക്കാൻ വേണ്ടി. അത് നമ്മൾ വചനത്തിന്റെ അനുസരണം നമ്മൾ ജീവിച്ചാൽ പിശാചിന് നമ്മളെ ഒന്നും ചെയ്യാൻ മുടിയാതെ. പിശാചിന്റെ അഗ്നിയസ്ത്രം നമുക്ക് ഒരു നഷ്ടവും വരുത്താതെ. കാരണം നമ്മുടെ പക്കത്തില് കംപ്ലീറ്റ് എല്ലാ രീതിയിലുമുള്ള നമുക്ക് കവചങ്ങൾ ആണ്ടവർ തന്നിരിക്കുക. എന്നാൽ നമ്മളിപ്പോൾ നമ്മൾ വാസിക്കുന്ന പൗലോസ് എങ്കെയായിരിക്കെ? ജയിലിലായിരിക്കെ. അവൻ ജയിലിലായിരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഈ കവചങ്ങളൊക്കെ എங்கே പോയി, ഈ പിശാചിനെ അവനെ തോൽപ്പിക്കാൻ മുടിയാതാ. ആണ്ടവർക്ക് നമുക്ക് തിരിയും. നമ്മൾ ഇയ്യോബിന്റെ പുസ്തകം നമ്മൾ വാസിക്കുകയാണ്. എന്താ പറ്റും? നമുക്ക് എന്നാ പാക്കാൻ പറ്റുന്നേ? ആണ്ടവര് യോബിനെ എന്നാ ചെയ്താച്ചേ? ശൈത്താന്റെ കയ്യിൽ ഭരമേൽപ്പിച്ചാച്ചേ. എന്തിനു ഭരമേൽപ്പിച്ചാച്ചേ? അവൻ ആണ്ടവർ തന്നെ சொல்லுவா, അവൻ നീതിമാനായിരിക്കെ. അവനെപ്പോലെ നീതിമാൻ വേറെ ആരുമേ ഇല്ല. അവനെപ്പോലെ റൈച്ചസ് പേഴ്സൺ വേറെ ആരുമേ ഇല്ല. എന്നിട്ട് ആ നീതിമാനായ യോബിനെ എന്തിന് ഈ രോഗങ്ങളെല്ലാം വന്നാച്ചേ? നീ അവന്റെ നീ പുസ്തകം നീ വായിച്ചാച്ചോ? 1-2 വാക്യങ്ങൾ വാസിക്കുമ്പോൾ അവൻ ദേഹം മുഴുവനും വ്രണമായിരിക്കെ. അവനെ കൈകൊണ്ട് ചൊറിയാൻ മുറിയാതെ അവനെ എന്നാ ഒരു ഓട്ട് കഷ്ണം എടുത്ത് അപ്പടിയേ ചൊറിച്ചോണ്ടിരിക്കെ. അവൻ എങ്കേയിരിക്കെ? ചാമ്പലിരിക്കെ. അന്നേരം അവൻ ആ രീതിയിൽ അവൻ ഇരുന്ന് കഴിഞ്ഞിട്ട് അവൻ നമ്മളത് വാസിച്ച് കഴിയുമ്പോൾ നമുക്ക് നമുക്ക് മനസ്സിലാവും. 42-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിയും. ആണ്ടവർ എന്നാ சொல்லுது? ഞാൻ താൻ പെരിയവൻ, ഞാൻ താൻ നിനക്ക് എന്നിട്ട് അവന് ഇരട്ടി പ്രതിഫലം കൊടുത്താച്ച്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും. പ്രശ്നങ്ങൾ വരത്തില്ല എന്ന് ഞാൻ சொல்லாതെ. ആ പ്രശ്നങ്ങൾ വരുന്നത് എന്തിനാ தெரியுமா? ആണ്ടവരുടെ നാമം മയപ്പെടണം. ഇങ്ങനെ ആരുടെ നാമം താൻ മയപ്പെട്ടെ? ഈ യോബിന ഈ പ്രശ്നങ്ങളെല്ലാം വന്നപ്പോൾ ആരുടെ നാമം മയപ്പെട്ടെ? ആണ്ടവരുടെ നാമം താൻ. പിശാച് അവന് ചെയ്യാൻ പറ്റുന്ന എല്ലാമേ ചെയ്താൽ നോക്കിയാച്ചേ. അവന്റെ മക്കളെ കൊന്നാച്ചേ, അവന്റെ ആടുമാടുകളെ കൊണ്ടുപോയാച്ചേ, അവന്റെ എല്ലാമേ കൊണ്ടുപോയാച്ചേ. ഒടുക്കം ഭാര്യ മറ്റും ഇരുന്നാച്ചേ. അവന്റെ ഭാര്യയും അവനോട് നീ എന്തിന് നീ ഇപ്പടി നീ ജീവിക്കണം? നീ ആണ്ടവരെ നീ சொல்லி അവനെ சொல்லி നിനക്ക് എന്നെ വേണ്ട എന്ന് சொல்லி നീ പോയിട. അവനോട് சொல்லிட, നിനക്ക് മാറ്റി യാതൊരു ബന്ധവും വേണ്ട. നീ ഇപ്പഴി ഞാൻ നിനക്ക് വേണ്ടി എന്നെ ഒക്കെ പണി. അതുകൊണ്ട് നീ ഇനിയും ഞാൻ എന്നിട്ട് ജീവിക്കണം. ഈ ആണ്ടവരെ എനിക്ക് വേണ്ട. നമ്മൾ യോബ് എന്നാ சொல்லுது? ആണ്ടവർ നിനക്ക് നല്ല നന്മ വന്നപ്പോ നീ എന്നാ ചെയ്തു? നീ ആണ്ടവരെ സ്തുതിച്ചാച്ച. ഓക്കെ, ശരി, അത് നിനക്ക് നന്മ നടക്കും. അന്നേരം നിനക്ക് ദുഃഖം വരുമ്പോഴോ? ദുഃഖം വരുമ്പോൾ നീ എപ്പടി സ്തുതിക്കാൻ പറ്റും? നമ്മൾ നേരത്തെ നമ്മൾ വാസിച്ച് നമുക്ക് തരുന്ന എന്നത് തന്നാലും നമ്മൾ എന്നാ ചെയ്യണം? ആണ്ടവർക്ക് നന്ദി சொல்லணும், അല്ലെങ്കിൽ ആണ്ടവർക്ക് സ്തുതി சொல்லணும். ആണ്ടവരെ നീ തന്നത് നല്ലത്. എനിക്ക് തന്ന എന്ത് ദുഃഖമാണെങ്കിലും, എനിക്ക് എന്നാ വലി ആണെങ്കിലും, എനിക്ക് എന്നാ പ്രശ്നങ്ങൾ വന്നാലും, എന്തൊക്കെ വന്നാലും എന്നത് ആണ്ടവരെ നീതാൻ ആണ്ടവർ. നീ അറിയാതെ എനിക്ക് ഒന്നുമേ വരാതെ. ഇങ്ങ അപ്പോസ്തലനായ പൗലോസ് அதுதான் சொல்லுது. ഇங்கே തിയോഫിലോസ് അല്ലെങ്കിൽ ടൈക്കസസ് അവനെ വെളി വന്ന് അവനെ ദൈവമക്കളോട് ഈ പൗലോസിന് പറ്റിയ പ്രശ്നങ്ങളെല്ലാമേ சொல்லுவா. വരെ എല്ലാം சொல்லுமா. അവൻ ജയിലിൽ കിടന്ന് അവൻ ഒന്നും ചെയ്യാതെ അവനെ ചെങ്ങളെ ഇട്ടിരിക്കുക, അവനെ അടിച്ചിരിക്കുക, അവനെ അത് ചെയ്തിരിക്കുക, ഇത് ചെയ്തിരിക്കുക, അതെല്ലാമേ ചെയ്തിരിക്കുക. ഇതെല്ലാമേ അതുകൊണ്ട് നമ്മൾ വിശ്വാസികൾ അല്ലെങ്കിൽ നമ്മൾ എന്നെ വിചാരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചിന്ന വിശ്വാസികൾ ഇപ്പോഴുള്ള ദൈവത്തെ എന്തിനും നമ്മൾ ആരാധിക്കണം? എന്തിനും ആ ദൈവത്തെ നമുക്ക് മാനിക്കണം? ആ ദൈവത്തോട് നമുക്ക് എന്തിനും നമുക്ക് സ്തുതി കൊടുക്കണം? ഇങ്ങ അപ്പോസ്തലനായ പൗലോസ് എന്നാ சொல்லுது?
ഇത് നിങ്ങളുടെ ഹൃദയത്തെ തണുപ്പിക്കാൻ വേണ്ടി, അതായത് ആണ്ടവർ, ഞാൻ ആണ്ടവർക്ക് ഇത്ര പ്രിയമാനവനായിരുന്നിട്ടും ആണ്ടോട് ഇപ്പടി ചെയ്തപ്പോൾ എനിക്ക് എന്നെ പറ്റി ജയിലിലും ആണ്ടോടെ വചനം ചൊല്ലുവാൻ തക്കോണം എനിക്ക് ഇട വന്നു. ഇങ്ങനെ ജയിൽ നമ്മൾ അപ്പോസ്തല നമ്മൾ പ്രവർത്തികൾ വായിക്കുമ്പോൾ നമുക്ക് അവസാനത്തിൽ അങ്ങ് ജയിലിലെ ആൾക്കാരും ഇവന്റെ കൂടെ വന്നാച്ചേ, രാജകുടുംബത്തിലെ ആൾക്കാരും അവന്റെ വചനം കേൾക്കാൻ വേണ്ടി വന്നാച്ചേ, എല്ലാവരും വന്നാച്ചേ. അത് എന്തുകൊണ്ട് താൻ നമ്മൾ എവിടെ ഇരുന്നാലും നമുക്ക് ആണ്ടവരെ സ്തുതിക്കണം. ഞാൻ എൻ്റെ സമയം എൻ്റെ മുടിയാൻ പോകാൻ 22-ാം വാക്യത്തിൽ നമ്മൾ എന്നെ വാസിക്കുന്നത്, whom I have sent unto you for the same purpose, that ye might our affairs, that ye might be comfort. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളെ തണുപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്ത വാക്യം നമ്മൾ എന്നാ വാക്യം peace be to the brethren and love with faith from God the Father and the Lord Jesus Christ. ഇങ്ങനെ നമ്മൾ பார்க்குമ്പോൾ നമുക്ക് ശരിക്കും വന്നാൽ നമ്മൾക്ക് ഇங்கே என்ன നമുക്ക് சிறிதான் വരും. சிறிய என்ன சொல்ல என்னது, നിങ്ങൾ എന്നെ നമ്മൾ ഇங்கே 23-ാം വാക്യത്തിൽ എന്താ 23 നിങ്ങൾക്ക് സമാധാനം വരുവാൻ, ബ്രദറൻ നിങ്ങൾക്ക് സമാധാനം വരട്ടെ. എൻ്റെ ഈ കെട്ടും ഇതെല്ലാമേ നിങ്ങൾക്ക് സമാധാനം വരണം, പീസ് വരണം. ബ്രദറൻ ആൻഡ് ലവ് വിത്ത് ഫെയ്ത്ത്, അത് മാത്രമല്ല സ്നേഹത്തിൽ നിങ്ങളുടെ വിശ്വാസം ബലപ്പെടണം. ദൈവത്തിൻ്റെ സമാധാനവും സ്നേഹത്തിൽ ദൈവത്തോടുള്ള വിശ്വാസവും ഞങ്ങൾക്ക് ബലപ്പെടണം. ഫ്രം ഗോഡ് ദ ഫാദർ ആൻഡ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ആര് നിങ്ങൾക്ക് തന്നിരിക്കുക ഇത് രണ്ടുമേ? സമാധാനത്തിൻ്റെ ദാതാവ് ആര് താൻ? ആണ്ടവരായ യേശു ക്രിസ്തു താൻ. കൃപയുടെ ദാതാവ് ആരാ താൻ? പിതാവായ ദൈവം. നമ്മൾ അതുകൊണ്ട് താൻ നമ്മൾ എഫെസ്യ ലേഖനത്തിൽ 1-ാം വാക്യത്തിൽ നമ്മൾ വാസിക്കുന്നുണ്ട്. എന്നത് പിതാവായ ദൈവത്തിൻ്റെ കൃപയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനവും നിങ്ങൾക്ക് തരട്ടെ. അപ്പടിയല്ലേ ചൊല്ലിരിക്കേ. എന്നിട്ട് നമുക്ക് സമാധാനവും കൃപയും ആര് തരുത്? ആണ്ടവർ താൻ തരുത്. അന്നേരം നമുക്ക് ആണ്ടവർക്ക് നന്ദി சொல்லணும். നമുക്ക് ആണ്ടവർക്ക് എന്നാ നന്ദി சொல்லணும்? ആണ്ടവരെ നീ എനിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെങ്കിലും ആണ്ടവരെ ഞാൻ നിന്റെ വേല ചെയ്യാൻ തക്കോണം നീ എന്നെ ഇടയാക്കി. എനിക്ക് എൻ്റെ മനസ്സിൽ സമാധാനം ഇരിക്കെ, നീ സമാധാനം തന്നിരിക്കെ, എൻ്റെ മനസ്സിൽ എനിക്ക് കൃപ തന്നിരിക്കെ. എനിക്ക് ഈ വലിയ പ്രശ്നങ്ങളും എല്ലാമേ തന്നത് മുഖാന്തരം എനിക്ക് എന്നാ പറ്റി? നിന്റെ കൃപ കിടച്ചപ്പോൾ ഞാൻ നിന്നെ സ്തുതിക്കാൻ തക്കോണം ഇടവന്നാച്ച്. അന്നേരം നമുക്ക് തരുന്ന ഏത് കാര്യമാണെങ്കിലും ആണ്ടവർക്ക് സ്തുതി നമ്മൾ சொல்லணும். എൻ്റെ സമയം എങ്കിൽ മുടിഞ്ഞാച്ച് നമുക്ക് നാളെ ഞാൻ ഇതിനെപ്പറ്റി ഞാൻ ചൊല്ലിടാം. ആണ്ടവരുടെ ചിത്തം നടക്കട്ടെ. എന്നാ നമ്മുടെ ജീവിതത്തിൽ ചിത്തം ആണ്ടവരുടെ ചിത്തമോ അത് നമുക്ക് ചങ്ങലയായിരിക്കാം, നമുക്ക് വേദനയായിരിക്കാം, വലിയായിരിക്കാം, ദുഃഖമായിരിക്കാം, നെടുവെറുപ്പായിരിക്കാം, എല്ലാമായിരിക്കാം. എന്നാ വന്നാലും നമുക്ക് കോലപ്പെടേണ്ട കാര്യമില്ല. കാരണം ആര് കൺട്രോൾ பண்ணணும்? ആര് നിങ്ങൾ കാപ്പാക്കരുത്? ആണ്ടോർ താൻ കാപ്പാക്കരുത്. അവന്റെ സമാധാനം നിന്നിലിരിക്കെ, അവന്റെ കൃപ നിന്നിലിരിക്കെ, അവന്റെ കൃപയും സമാധാനം നമുക്ക് ഇരിക്കുമ്പോൾ നമുക്ക് എന്തിനു കവലപ്പെടണം? ആണ്ടോടെ നാം മഹിമപ്പെടുമാറാകട്ടെ. ആമീൻ.